എൻ്റെ മുന്നിൽ ഒന്നുമില്ല, എങ്കിലും വിൽക്കാനും ഒന്നുമില്ല. എങ്കിലും ഒരു സി എച്ചിന്റെ ഖബർ ഇവിടെയുണ്ട്. സി എച്ചിന്റെ ഓർമ്മയുള്ള മണ്ണാണ്. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് പോലെ ലീഗിന്റെ പ്രവർത്തകർ പണികളും ഒരു കാലത്ത് നിറഞ്ഞു നിന്ന ഇടമാണ്. ഞാൻ എപ്പോഴും കരുതാറുള്ളത് എന്തെങ്കിലും ഒന്ന് ഒരു ഒരു വഴി തുറക്കപ്പെടും എന്നാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാം ഇങ്ങനെ എപ്പോഴും എല്ലാം അടഞ്ഞു കിടന്നിട്ടില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ കോർപ്പറേഷൻ കൗൺസിലർ ആയിരിക്കുമ്പോൾ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് വളരെ കുറച്ചാണല്ലോ. അപ്പോഴേ ഞാൻ കല്യാണം കഴിക്കുന്നത് 1991. പിന്നെ ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക. ഇപ്പോൾ MLA ആവുന്നു. MLAയുടെ ആ പണം മതി, ശമ്പളം മതി ഞങ്ങൾക്ക്, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും മന്ത്രിയാവുന്നു. അപ്പം ശമ്പളത്തിൽ ചെറിയ വർധന വരുന്നു. അപ്പം അത് മതി. അപ്പം അങ്ങനെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും തനിയെ തന്നെ ഓരോ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രോഗം വന്നപ്പോഴും എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് അവരുടെ പ്രാർത്ഥനയും അവരുടെ ഒരു പിന്തുണയും അതിന് ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഈ ഇടതുപക്ഷത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ചാണ് പറയുക. അവര് ഇപ്പൊ സി എച്ച് ചിദംബരനെ കുറിച്ച് പറയില്ല. അധികാരം ഒഴിഞ്ഞതിന് ശേഷം KSRTC ബസ്സിൽ യാത്ര ചെയ്ത സി എച്ച് ചിദംബരനെ കുറിച്ച് പറയും. അതേപോലെ മറ്റു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇപ്പം പിണറായിയെ കുറിച്ച് പറയുന്നു, 65 ലക്ഷം രൂപയെ ഇത്രയും കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടിലുള്ളൂ എന്ന് പറയും. പല പാർട്ടികളിലും അതുണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിലാണെങ്കിലും അത് പറയാറുണ്ട്. പക്ഷെ വളരെ അപൂർവമാണ് അല്ലേ? നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഒരു ധാരണ വന്നു പോയിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ചില ആളുകൾ ചെയ്തിട്ടുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ മൊത്തം രാഷ്ട്രീയക്കാരുടെ പേരിൽ അങ്ങനെ ഒരു ചാപ്പ കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പം നമ്മുടെ പാർട്ടിയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ഇതേപോലെ പ്രയാസപ്പെടുന്നവർ MLA മാരുണ്ട്. ഞാൻ മാത്രമൊന്നുമല്ല. ഈ ജപ്തി നോട്ടീസ് വരുമ്പോൾ വൈഫിനോട് എന്താ പറഞ്ഞത്? സംസാരിക്കുമല്ലോ, പറയുമല്ലോ. അതെ, വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, നമുക്ക് തീർക്കാൻ ശ്രമിക്കാത്ത ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ തയ്യാറായിരിക്കണം. നമുക്ക് വേറെ മാർഗമില്ലെങ്കിൽ പിന്നെ ഇത് ഒഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അതിന് തയ്യാറായിരിക്കണം മാനസികമായി. അവരൊക്കെ അതിന് മക്കളൊക്കെ അതിനെ അനുസരിച്ച് പാകപ്പെടുത്തിയതാണ്. അപ്പം അവർക്കതിന് ഞാൻ എന്ത് പറയുന്നു അത് തന്നെ അവരുടെ തീരുമാനമായിട്ട് വരും. അതിൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയായിരുന്നു.